ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുനിന്ന് ആന്ധ്രാപ്രദേശിൽ വന്ന ഒരു സ്ത്രീയെ പോലീസുകാരുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്, വർഷങ്ങൾക്ക് മുമ്പായി, പറ്റിക്കുന്ന പോലീസുകാരാരുമല്ല. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ അവരുടെ റേഷൻ കാർഡോ ഐഡൻറ്റിറ്റി കാർഡോ എന്തെങ്കിലും ആധാറിനായിട്ടുണ്ടോ എന്ന് സംശയമാണ്. നോക്കിയപ്പോൾ ആന്ധ്രാപ്രദേശ് കണ്ടു. അവിടുത്തെ പോലീസുകാരുടെ സംഭാഷണമാണ് ഞാൻ പറഞ്ഞു. എടാ, ഈ ആന്ധ്രാപ്രദേശ് എവിടെയാടാ, അത് മലപ്പുറത്തല്ലേ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ചു. ഞാൻ ശരിക്കും കേട്ടതാണ്, ഒരു ഷൂട്ടിന് പോയ സമയത്ത് അവിടെ കേട്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനമാണ്, ഇത് കേരളത്തിന് പുറത്താണെന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. എന്ന് പറയുന്ന പാലോ ആണോ എന്ന് എനിക്കറിയില്ല. പെമ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് അവരുടെ ശരിയായിട്ടുള്ള പേര് പെമ വാങ് എന്നാണ്. അവരുടെ പേരുകളൊക്കെ അങ്ങനെയാണ്. പ്രേമയല്ല, പെമ വാങ് എന്ന് പറയുന്ന സ്ത്രീ. ആ സ്ത്രീ ജപ്പാനിലേക്ക് പോകുമായിരുന്നു. ജപ്പാനിലേക്ക് പോകുന്ന വഴിക്ക് ഷാങ്ഹായിലെ പുഡോൺ എയർപോർട്ടിൽ അവർക്ക് ട്രാൻസിറ്റ് വേണ്ടി വന്നു. ആ ട്രാൻസിറ്റിൽ വെച്ചിട്ട് അവിടുത്തെ ചില ഉദ്യോഗസ്ഥരെ പിടികൂടിയിട്ട് അവരുടെ പാസ്പോർട്ട് പരിശോധിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് അരുണാചൽ പ്രദേശ് എന്നുള്ള സംസ്ഥാനം, ഇന്ത്യ, നാഷണാലിറ്റി ഇന്ത്യൻ, സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അത് കണ്ടപ്പോൾ അവർക്ക് സംശയം, ഇതെങ്ങനെ പിന്നെ ഇന്ത്യൻ പൗരയാവുന്നത്? അരുണാചൽ പ്രദേശ് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ധാരണപ്പിശക് കൊണ്ടുണ്ടായതാണോ അതോ ചൈനയുടെ ആസൂത്രിതമായ നയതന്ത്രപരമായിട്ടുള്ള അരുണാചൽ പ്രദേശ് അവരുടെ ഭാഗമാണെന്നുള്ള ഒരു പ്രബലമായ തന്ത്രത്തിൻ്റെ ഭാഗമാണോ? ഇന്ത്യക്കാരിക്ക് 18 മണിക്കൂറാണ് അവിടെ ചൈനയിൽ അനാവശ്യമായിട്ട് അവിടെ തങ്ങേണ്ടി വന്നത്. ഇന്ത്യ വലിയൊരു ഡിമാർഷെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈന വീണ്ടും ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്ന ലക്ഷണമാണോ? ജപ്പാനുമായിട്ട് ആൾറെഡി അവർ സംഘടനത്തിലാണ്. സൗത്ത് ചൈന സീയിലെ ഇവരുടെ തൈവാനായിട്ടുള്ള പ്രശ്നത്തിൻ്റെ പേര് വലിയ സംഘടനം അവിടെയും ഇതെല്ലാം അവരുടെ ഭാഗമാണ്. ചൈന സീയിലെ 11 നോട്ടിക്കൽ മൈലും കടന്നുള്ള പ്രദേശവും അവരുടേതാണെന്ന് അവകാശപ്പെടുകയാണ്. അങ്ങനെ ഒരു എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ അംശം ഉണ്ടോ ഈ സംഭവത്തിൽ? അത് വളരെ പ്രകടമാണ്. ഇതിപ്പോൾ UK NRI ആയിട്ടുള്ളൊരു ലേഡിയാണ് ഇവർ. ലണ്ടനിലാണ് അവർ യാത്ര പുറപ്പെട്ടത്. അവരുടെ റുട്ടീൻ യാത്രയാണ്. അവർക്ക് എന്തെങ്കിലും സ്ഥിരമായ യാത്ര ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടാവാം. എന്തായാലും ലണ്ടനിൽ നിന്ന് അവർ കയറിയിട്ട് ചൈന വഴിയാണ്, ചൈനയിലൊരു 3 മണിക്കൂർ ട്രാൻസിറ്റ് ഉള്ള ഫ്ലൈറ്റ് ആണത്. പിന്നെ പോകേണ്ടത് ജപ്പാനിലേക്കാണ്. അപ്പൊ ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്ക് പുറപ്പെട്ട ഒരാളെ എയർപോർട്ടിൽ തടഞ്ഞു വെക്കേണ്ട യാതൊരു കാര്യമില്ല. ലിസ്റ്റ് പരിശോധിച്ചപ്പോ അതിനകത്ത് ഇവരുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ തോന്നി. പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അരുണാചൽ പ്രദേശാണ് ഇവരുടെ ജന്മസ്ഥലം എന്ന് കാണുന്നു. അതോടുകൂടി വിജിലന്റ് ആവുകയാണ്. 3 മണിക്കൂർ ആ ഫ്ലൈറ്റിന് പോകാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരു ദിവസം മുഴുവൻ അവരുടേത് കളഞ്ഞു. പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ വകുപ്പ്, ചൈനീസ് വിദേശകാര്യ വകുപ്പ് ഒക്കെ ഇടപെടേണ്ടി വന്നു അവർക്ക്. അപ്പൊ ഇത് ഒരു വിവരക്കേട് കൊണ്ടോ ഒരു പിടിപ്പുകേട് കൊണ്ടോ ഉണ്ടാകുന്നതല്ല. അരുണാചൽ പ്രദേശില് ചൈനക്ക് വളരെ കാലമായി പണി തുടങ്ങിയിട്ട്. അരുണാചൽ പ്രദേശ് എന്ന് കേട്ടാൽ തന്നെ അവരുടെയാണെന്ന ഒരു ധാരണ ചൈനീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. വേറൊരു പേരാണ് അവരിട്ടിരിക്കുന്നത്. അത് അരുണാചൽ പ്രദേശ് എന്ന് കണ്ടാൽ അവരുടെ ഒരു കണക്കില് അത് ചൈനയുടെ ആണെന്ന് മാത്രമല്ല, ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറെ കാലമായി അരുണാചൽ പ്രദേശ് എന്ന ഇന്ത്യയുടെ സംസ്ഥാനത്തിനകത്ത് കടന്നു കയറിയിട്ട് ഓരോരോ അതിർത്തി ഗ്രാമങ്ങൾക്കും പേരിട്ടിരിക്കുകയാണ് അവർ. ചൈനീസ് ഭാഷയിൽ ബോർഡ് സ്വന്തം പേരിട്ടിരിക്കുക. അപ്പോൾ ഒരു യുദ്ധം പോലും ഇല്ലാതെ ആരുടെയും സമ്മതം വാങ്ങാതെ നമ്മുടെ അതിർത്തി നീക്കി അരുണാചൽ പ്രദേശ് അവർ ഏതാണ്ട് അവരുടേതെന്ന പോലെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അരുണാചൽ പ്രദേശ് എന്ന് കണ്ടാൽ അത് നമ്മുടെയാണ് എന്നൊരു ധാരണ സാധാരണ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ വരെ എത്തിച്ചിട്ടുണ്ട് ചൈന. ഇതാണ് സ്ഥിതി. അപ്പോൾ അവർ അരുണാചൽ പ്രദേശ് എന്ന് കണ്ടപ്പോൾ പിന്നെ ഇയാളെന്താ ലണ്ടനിൽ പോയത്, ഇയാൾക്ക് എന്തിനാ ഇന്ത്യൻ പാസ്പോർട്ട്, അതൊക്കെയായി ആലോചന. അരുണാചൽ പ്രദേശ് ആണോ എങ്കിൽ അങ്ങ് ചൈനീസാണ്, ചൈനക്കാരിയാണ്. എന്തുകൊണ്ട് ചൈനീസ് പാസ്പോർട്ട് ഇല്ല, എന്തുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട്, ഇതൊക്കെയായി ചോദ്യം. അപ്പോൾ ഇത് ഒരു വല്ലാത്ത ഇഷ്യൂ ആണ്. കാരണം ചൈന ഇന്ത്യക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ അതിക്രമങ്ങളുടെ ഭാഗമാണത്. അതൊരു പൊട്ടിത്തെറിക്ക് എപ്പോൾ വരും എന്ന് നമ്മളും കാത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയും അത് വലിയ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്തുണ്ടായ അമേരിക്കയുമായുണ്ടായ ചില താരിഫ് യുദ്ധങ്ങളിലൊക്കെ നമ്മൾ ഈ ചൈനയെ പിണക്കാതെ നോക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട്. ചൈനയെ പിണക്കാതെ നോക്കുന്നത് നമുക്ക് അമേരിക്കയെ നേരിടാൻ തൊട്ടടുത്ത എല്ലാവരെയും ഒരേ സമയത്ത് പിണക്കണ്ട, തൊട്ടടുത്തുള്ള ശത്രുവാണെന്ന് അറിയാം. 62-ൽ ഇന്ത്യ നേരിട്ട് യുദ്ധം ചെയ്ത ശത്രുവാണ്.
ഇന്ത്യയേക്കാൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ അമേരിക്കയേക്കാൾ പുതിയ ലോകത്ത് ഭയപ്പെടേണ്ട ശത്രുവാണ്. ചൈന നമ്മളോട് പല കാര്യങ്ങൾ വിയോജിപ്പ് നിലനിർത്തുന്നുണ്ട്. ഒന്ന്, നമ്മൾ ചൈനയും നേപ്പാളും ഇന്ത്യയും ചേർന്നുള്ള ഒരു കോറിഡോർ തർക്കം നമ്മൾ നിലവിലുണ്ട്. കൂടാതെ ഇപ്പോൾ ബംഗ്ലാദേശും കൂടെ ചൈനയുമായിട്ട് സഖ്യത്തിലാണ്. അതെ, ബംഗ്ലാദേശും ചൈനയുമായി സഖ്യം വന്നിട്ടുണ്ട്. അതൊന്ന്. വേറൊന്ന്, ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സഖ്യം വന്നതോടെ ചൈനയുടെ ചില താല്പര്യങ്ങൾക്ക് അഫ്ഗാനിസ്ഥാനിലെ ചില താല്പര്യങ്ങൾക്കും നമ്മൾ ഇടപെടുന്നു എന്ന പ്രശ്നമുണ്ട്. വേറൊന്ന്, ദലൈലാമയുടെ പ്രശ്നമുണ്ട്, തിബറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. പഞ്ചലാമ അടുത്ത ലാമ ആരെന്നുള്ള കാര്യത്തില് അപ്പൊ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ദലൈലാമ പറഞ്ഞിട്ടുണ്ട്, അടുത്ത ദലൈലാമയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ചൈനയായിരിക്കുകയില്ല, അത് ധർമ്മശാലയിലായിരിക്കും അതിന്റെ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ ഗവൺമെന്റ് നിലപാടാണത്. ഇന്ത്യയുടെ നിലപാടാണ്. ഒരു മതസമൂഹത്തിന്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് അത് ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗം കൂടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈന പറയുന്നത് ദലൈലാമയുടെ പിൻഗാമി ആരാവണം ഞങ്ങൾ തീരുമാനിക്കും. ഒരു രാജ്യം തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഒരു രാജ്യവും ഇടപെടാൻ പാടില്ല. ഇന്ത്യ ഇടപെടണ്ട, ചൈന ഇടപെടണ്ട, അവർ തീരുമാനിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ കുട്ടി, ഈ സ്ത്രീ നിർഭാഗ്യവശാൽ അവിടെ ചെന്ന് പെടുന്നത്. അപ്പൊ അരുണാചൽ അപ്പൊ അരുണാചൽ പ്രദേശുകാര് ചൈന വഴി ചൈനയുടെ 7 അയലത്തു കൂടി പോകുമ്പോൾ സൂക്ഷിക്കണമെന്നാണ് ഇപ്പൊ ഇത് മുന്നറിയിപ്പ് നൽകുന്നത്. ബോധപൂർവമാണ്. ചൈന പ്രവേശിപ്പിക്കാൻ പാടില്ല അവരെ. അല്ല, ചൈനയിൽ അരുണാചൽ പ്രദേശിൽ ചൈനക്കാരെ പ്രവേശിപ്പിക്കാനേ പാടില്ല. അല്ല, ചൈനയില് ഇപ്പോൾ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പോലും ചോദിക്കാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതിർത്തിയിലൊരു കണക്കുണ്ടല്ലോ. അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് ഇപ്പോഴത്തെ കണക്ക് 40 കിലോമീറ്ററോ മറ്റോ ആണ്. ഇങ്ങോട്ടും അങ്ങോട്ടും നോ മാൻസ് ലാൻഡ് ആണ്. അപ്പോ ഇത് ആ വഴി ഏത് ചൈനക്കാരൻ കടന്നു വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളും ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ അവര് അരുണാചൽ പ്രദേശിനെ അറ്റാച്ച് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണിതും. അരുണാചൽ പ്രദേശ് എന്ന് കണ്ടാൽ ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ അബോധമായി പോലും ഉണർന്നല്ല ഒരു ചിന്ത, അരുണാചൽ പ്രദേശോ എങ്കിലും അത് നമ്മുടെയാണല്ലോ, എങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടിയത് എന്ന ചിന്ത വരുന്നുണ്ടല്ലോ. ഇത് ചൈന അനധിവിദൂര ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്ന വലിയ ഡാമേജിന്റെ ഒരു സൂചനയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് തോന്നുന്നത് നല്ല വിജിലന്റ് ആണ് ഇന്ത്യ ഇപ്പോൾ. കാരണം ഇപ്പോൾ ഈ താരിഫ് തർക്കമൊക്കെ അതിവേഗത്തിൽ തീർത്തു അമേരിക്കയുമായിട്ട്. മാത്രമല്ല അമേരിക്കയുമായി അടുത്ത കാലത്ത് അതിവേഗത്തിലാണ് കരാറുകൾ ഉണ്ടാകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സായുധ കരാറുണ്ടാക്കി. നമുക്ക് ഏറ്റവും പുതിയ ജാവലിൻ മിസൈലുകളൊക്കെ കിട്ടാൻ പോവാണ്. ജാവലിൻ മിസൈലിന്റെ കരാർ ഉണ്ടാക്കുന്നു. അത് മാത്രമല്ല, അതിനിടയിൽ നമ്മളൊരു ഗ്യാസിന്റെ കരാറ്, ഈ പാചക ഗ്യാസിന്റെ കരാർ ഉണ്ടാക്കുന്നു. LNG ഗ്യാസിന്റെ കാര്യത്തിൽ ഒരു കരാർ ഉണ്ടാക്കി. വേറൊന്ന്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ ഇറക്കുമതി അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങി നമ്മൾ ഏതാണ്ട് റിലയൻസ് അവസാനിപ്പിച്ചു. റിലയൻസ് ആണ് അവസാനിപ്പിക്കുന്നത്, അല്ലാതെ ഇന്ത്യക്കാർ ഗവൺമെന്റ് അല്ലല്ലോ നേരിട്ട്, റിലയൻസ് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ചോദ്യം ആളുകളുടെ ഉള്ളിലുണ്ട്, എന്തിനായിരുന്നു നമ്മളിങ്ങനെ തിടുക്കപ്പെട്ട് ഈ അമേരിക്കൻ തിട്ടൂരത്തിന് ഇങ്ങനെ വഴങ്ങുന്നത്? അതിന്റെ ഉത്തരം യഥാർത്ഥത്തിൽ ഇത്തരം വാർത്തകളിലുണ്ട്. ചൈന നമുക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന കളി ചെറുതല്ല. അതുകൊണ്ട് അമേരിക്കയെ സമ്പൂർണ്ണമായി പിണക്കിക്കൊണ്ട് നിർത്തിയാൽ ഏതെങ്കിലും എപ്പോഴാണ് ഏത് ഘട്ടത്തിലാണ് തൊട്ടടുത്ത് നിന്ന് ചൈനയുടെ ഇൻഡാസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചൈന ഇളകി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അമേരിക്കയുടെ സഹായം ആവശ്യം വരും. അതാണ് ആ ജാഗ്രതയാണ് കണ്ടത്. ഏതായാലും ഇപ്പൊ ഇത് നമ്മൾ കുറെ കൂടി സീരിയസ് ആയിട്ട് ഇപ്പൊ ചൈനയോട് ഇങ്ങനെ ബായി പറഞ്ഞ അധികകാലം പോകുന്നതിൽ അർത്ഥമില്ല. ഒന്ന്, നമ്മളിപ്പോ നമ്മുടെ ഈ മൗനം, അല്ലെങ്കിൽ മൗനമല്ല ജാഗ്രതയൊക്കെ ഉണ്ടാവും എങ്കിൽ തന്നെ BSFന്റെ ഒക്കെ കണ്ണുവെട്ടിച്ച് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ യഥേഷ്ടം നമ്മുടെ അരുണാചൽ പ്രദേശിൽ വിഹരിക്കുന്നു. അവര് നമ്മുടെ ഗാവുകൾക്ക്, ഈ വില്ലേജുകൾക്കും തഹസിലുകൾക്കും ഒക്കെ പേര് അവർ ചൈനീസ് ഭാഷയിൽ വെക്കുന്നു. എന്തിന്? ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിക്ക് അപ്പുറത്ത് ചൈനീസ് ഭാഷയിൽ വെക്കട്ടെ, ഇപ്പുറത്ത് ഇന്ത്യൻ ഭാഷയിലല്ലേ വെക്കേണ്ടത്? അപ്പോൾ അത് അവർ തന്നെ കടന്നു വന്ന് വെക്കുന്നു. ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരല്ല, ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ കയറി വന്നിട്ട് അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങൾക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അരുണാചൽ പ്രദേശ് അവർ കണ്ണു വെച്ചിട്ട് കുറെ കാലമായി. പഴയ തർക്കം തൊട്ടതുണ്ട്. പണ്ട് നമ്മൾ ചെറിയ തോതിൽ അവസാനിപ്പിച്ചാണ്, ചർച്ചയിലൂടെ അവസാനിപ്പിച്ചു. ഇവിടെ എനിക്കൊരു സംശയം വരുന്നു, സമയം തീർന്നുകൊണ്ട് പെട്ടെന്ന് ചോദിക്കാതെ. അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് ഭാഷയിലുള്ള വാക്കേ അല്ലത്, ഇന്ത്യ വാക്കാണ്. അപ്പോൾ ആ ഒരു വാക്ക് കണ്ട് ഇപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പ്രകോപിതനാവാൻ കാരണം എന്താണ്? കാരണം അവർക്കറിയാം അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിലും അതിന് അവരുടെ പ്രിവിഷേഡായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു
ലോക്കലായിട്ടുള്ളൊരു അതോറിറ്റി അവിടെ വേണ്ടേ ഭരിക്കാനായിട്ട്, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണത്തിന് കീഴിൽ അങ്ങനെ ഒരു സംവിധാനവും ഇല്ലാത്തതിന്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മുടേതാക്കി വെച്ചുകൊണ്ട് അതിന് പ്രത്യേകം പേരിട്ടുകൊണ്ടും അവിടുന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്ന പാകിസ്ഥാൻകാരായിട്ട് തന്നെ അല്ലേ കണക്കാക്കുന്ന പൗരന്മാർ, നമ്മളത് ഏറ്റെടുത്തിട്ടില്ലാത്തതും കാലം അത്തരം ഒരു മര്യാദയെങ്കിലും കാണിക്കേണ്ടതല്ലേ ചൈന അക്കാര്യത്തിൽ? അന്താരാഷ്ട്ര മര്യാദ ലംഘിക്കുന്നു എന്നല്ലേ? ജപ്പാനുമായിട്ട് ഇതുപോലെ ജപ്പാൻ്റെ ദ്വീപ് പിടിച്ചടക്കിയിട്ടുണ്ട് അവർ, ഫിലിപ്പീൻസിൻ്റെ പ്രദേശം പിടിച്ചടക്കിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള ഇന്ത്യയോട് മാത്രമുള്ള ഒരു പോളിസിയല്ല, എക്സ്പാൻഷനിസ്റ്റ് തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയല്ലേ എന്നുള്ളതാണ്. അതെ, ചൈനയുടെ പൊതു രീതിയാണത്. ചൈന ഒരു രാജ്യം കണ്ണു വെച്ച് കഴിഞ്ഞാൽ ചൈനയുടെ രീതി എന്ന് വെച്ചാൽ പൊതുവെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ രീതിയാണല്ലോ, അറ്റാച്ച് ചെയ്തിട്ടാണല്ലോ സോവിയറ്റ് യൂണിയൻ ഉണ്ടായതും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഇത് മാത്രമല്ല, അവർ ഹോങ്കോങ് പിടിച്ചടക്കി ഇനി തൈവാൻ പിടിച്ചടക്കാനും പോകും. തൈവാൻ അവർക്ക് താല്പര്യമുണ്ട്, തൈവാൻ അവരുടേതായ ആണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, ചൈനീസ് രാജ്യക്കാരുടേതാണ്. ചൈനീസ് പൗരന്മാര് നാട് വിട്ടു പോയി ഉണ്ടാക്കിയെടുത്ത ഒരു കൾച്ചറാണ് ഈ തായ്വാൻ. അവർക്ക് പോയിട്ട് നാട് വിടാനും പിന്നെ അഭയം തേടാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദ്വീപാണത്. പക്ഷെ അത് കച്ചവടത്തിൽ വ്യാപാരത്തിൽ മർമ്മപ്രധാനമായി തീർന്നപ്പോൾ ജപ്പാൻ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ജപ്പാൻ കയറി കീഴടക്കി. 1898 എങ്ങനെ ഏതാണ്ട് ഏതുവരെ സെക്കൻഡ് വേൾഡ് വാർ 45 വരെ. അപ്പോൾ 50 കൊല്ലത്തോളം ജപ്പാന്റെ കയ്യിലായിരുന്നു. സെക്കൻഡ് വേൾഡ് വാർ തീർന്നപ്പോൾ തായ്വാൻ ഇവരുടെ യുദ്ധ കരാർ പ്രകാരം തോറ്റവന്റെ കയ്യിലുള്ള രാജ്യങ്ങളെയൊക്കെ ജയിച്ചവന് വിട്ടുകൊടുക്കണമല്ലോ. അപ്പോൾ ജയിച്ച പക്ഷത്താണെന്ന് ചൈന പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ തായ്വാൻ വേണം. ജപ്പാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. അതിന്റെ പേരിലാണ് ഈ വിട്ടുകൊടുത്ത ജപ്പാനും ഉണ്ട് അതിന്റെ വിഷമം. ഇത് ഇനി ഒരിക്കലും വിട്ടുകൊടുക്കുകയില്ല എന്ന വാശി ചൈനക്കുണ്ട്. തൈവാൻ വളരെ അവർക്ക് വൈകാരികമായ ഒരു താല്പര്യമുള്ള, അമേരിക്കയോടുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചടക്കാത്തത്, അല്ലെങ്കിൽ എന്നെ പിടിച്ചടക്കി. അമേരിക്കയുടെ ഇപ്പൊ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഏതാണ്ട് അവർ കണ്ണു വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ജപ്പാനോട് തർക്കമുണ്ടാക്കിയിട്ട് ആ പേരിൽ അമേരിക്ക ഇടപെടാൻ വന്നാൽ പോലും ഇല്ലെങ്കിലും ജപ്പാനെ ആക്രമിക്കാൻ ഇനി അതിന്മേൽ കണ്ണു വെക്കണ്ട, ജപ്പാനെ ആക്രമിച്ചാൽ തന്നെ മതി. തൈവാന്റെ പേരിൽ ജപ്പാനെ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ തായ്വാനെ ജപ്പാൻ ആക്രമിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ജപ്പാനെ പ്രകോപിപ്പിച്ചിട്ട് ജപ്പാൻ വന്ന് തായ്വാൻ പിടിച്ചടക്കാനുള്ള ആക്രമണം നടത്തുക. അപ്പൊ ജപ്പാനെ കയറി അടിക്കുക, അമേരിക്ക പിന്തുണക്കാൻ വന്നാൽ അമേരിക്ക അടിക്കുക. അതാണ് തന്ത്രം. ഒരു ആഗോള യുദ്ധം ഇനി ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഉക്രൈനിലൊന്നുമല്ല, ഇസ്രായേലിലൊന്നുമല്ല ഉണ്ടാവുക, തായ്വാനിലാണ് ഉണ്ടാവുക. അവിടുന്ന് തുടങ്ങുക. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു ചിത്രം വളരെ വ്യക്തമാണ്. അരുണാചൽ പ്രദേശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും, അതിന്റെ ബാക്കിയൊക്കെ ചിട്ടവട്ടങ്ങളൊക്കെ അങ്ങനെയാണ്. ബംഗ്ലാദേശും ആയിട്ടുള്ള ബന്ധം മാത്രമല്ല, ഏറ്റവും ഒടുവിലത്തെ കാര്യം കൂടി പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കൂ സാർ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ താവളങ്ങൾ ഇന്ത്യ പോയി ആക്രമിച്ച് കീഴടക്കിയല്ലോ. അവിടുന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ മുഴുവനും ചൈനീസ് ആയുധങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ? ഇന്ത്യയെ തകർക്കാനുള്ള അജണ്ട ചൈനക്കുണ്ട് എന്നാണ്. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസും ചൈനയും തമ്മിൽ എങ്ങനെ ധാരണ ഉണ്ടാക്കുക? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയെ കയറി ആക്രമിച്ചോളാം എന്നാ. ഇതൊക്കെയാണല്ലോ തർക്കം. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അരുണാചൽ പ്രദേശുകാരിയായ ഒരു സ്ത്രീ നിർഭാഗ്യവശാൽ അവിടെ ചെന്നുപെടുന്നത്. അവർ ലോകത്തോട് പറയുന്നത്, എന്തിനാണ് എന്നെ 18 മണിക്കൂർ തടഞ്ഞു വെച്ച് പീഡിപ്പിച്ചത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ സത്യസന്ധമായ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് എല്ലാ രേഖകളുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, ഇല്ലീഗലായി ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും അരുണാചൽ പ്രദേശ് എന്ന പേര് കണ്ടപ്പോൾ എന്തിനാണ് ചൈനീസ് ഉദ്യോഗസ്ഥന്മാർ വിരളിയെടുത്ത് എന്നെ ഉപദ്രവിച്ചത്? ആ ചോദ്യം വളരെ പ്രധാനമാണ്. അരുണാചൽ പ്രദേശ് എന്ന പേര് കണ്ടാൽ ഇന്ത്യയോട് കലഹം പ്രഖ്യാപിക്കാൻ, യുദ്ധം പ്രഖ്യാപിക്കാൻ ചൈന തയ്യാറാണ് എന്നതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം ഇത് സാങ്കേതികമായൊരു പിഴയുണ്ട്. കാരണം ഇവിടെ വീസ മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ. വീസയിൽ കറക്റ്റായിട്ട് വാലിഡ് ആയിട്ടുള്ളൊരു പാസ് ജപ്പാനിലേക്ക് ഒരു വീസ ഉണ്ട്. അപ്പം ജപ്പാനോടുള്ള ഒരു ശത്രുത കൂടി ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന്. അതുണ്ടാവാം. പോകുന്നത് ജപ്പാനിലേക്കാണ്, അതും കൂടി. പിന്നെ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. അപ്പൊ സത്യത്തിൽ ട്രാൻസിറ്റ് സമയത്ത് ഒരു സ്പെഷ്യൽ പരിശോധന സാധാരണ ചെയ്യാറില്ല. ഒരു പക്ഷേ ഫ്ലൈറ്റ് മാറുന്നുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് വീണ്ടും എമിഗ്രേഷൻ ചെക്കപ്പ് ഉണ്ടാകാം, അതിന്റെ ഒരു ഭാഗമാകാം. എങ്കിലും ഈ രണ്ട് കാരണങ്ങൾ സാറ് പറഞ്ഞു വളരെ ശരിയാണ്. ജപ്പാനിലേക്കാണ് പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ പാവം പെട്ടുപോയത്. എന്തായാലും ഇത് ഇന്ത്യക്കെതിരായുള്ള യുദ്ധപ്രഖ്യാപനമായിട്ട് ഇന്ത്യ കാണേണ്ടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.